ഹലോ അവിടെ ഈ വീഡിയോയിൽ അറക്കറ്റിന്റെ നോഗോഡ് ചാറ്റ്ബോട്ട് ബിൽഡർ ഉപയോഗിച്ച് എങ്ങനെ ഒരു വാട്സ്ആപ്പ് ചാറ്റ്ബോട്ട് സൃഷ്ടിക്കാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഒരു ചാറ്റ്ബോട്ട് സൃഷ്ടിക്കാൻ ആദ്യം നിങ്ങൾ creator.com ഒരു അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്ത് ഒരു പാക്കേജ് ആക്ടിവേറ്റ് ചെയ്യണം. ഒരു പാക്കേജ് ആക്ടിവേറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ മെറ്റിയുമായി കണക്ട് ചെയ്യാൻ എംബെഡ് സൈൻ അപ്പ് ഫോം പൂരിപ്പിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാം. പിന്നെ ഈ ചാറ്റ്ബോട്ട് ഐക്കൺ കണ്ടെത്താം. നിങ്ങൾ ചാറ്റ്ബോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അത് ഒരു പേജ് തുറക്കും. ഒരു പുതിയ ചാറ്റ്ബോട്ട് സൃഷ്ടിക്കാൻ ഞാൻ ഫ്രീ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഒരു ചാറ്റ്ബോട്ട് സൃഷ്ടിക്കാൻ ഒരു കാൻവാസ് തുറക്കും. ചാറ്റ്ബോട്ട് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ ലഭ്യമായ എല്ലാ ടൂളുകളും ഞാൻ വിശദീകരിക്കും. ചാറ്റ്ബോട്ട് സ്റ്റാർട്ട് മോഡ്യൂളിൽ നിന്ന് ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ലഭ്യമായ എല്ലാ ടൂളുകളും തിരഞ്ഞെടുക്കാം. മെസ്സേജ് എന്ന തലക്കെട്ടിന് കീഴിൽ നിങ്ങൾക്ക് ചില ഓപ്ഷനുകൾ കാണാം. ഇവയാണ് ബോട്ടിൽ നിന്ന് യൂസറിലേക്ക് അയക്കാൻ കഴിയുന്ന മെസ്സേജ് തരം. ഇതിൽ ടെക്സ്റ്റ് മെസ്സേജും ഇമേജ് മെസ്സേജ്, വീഡിയോ, യൂട്യൂബ് എന്നിവയും ഉൾപ്പെടുന്നു. നിങ്ങൾക്ക് ഫയൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ പിന്തുണയ്ക്കുന്ന മറ്റ് ഫയലുകൾ അയക്കണമെങ്കിൽ ഫയൽ മോഡ്യൂൾ ഉപയോഗിക്കാം. അതിനു പുറമെ ഓഡിയോ, ലൊക്കേഷൻ, കോണ്ടാക്ട് എന്നിവയും ഉണ്ട്. ഇവിടെ 2 തരത്തിലുള്ള ഇന്ററാക്റ്റീവ് മെസ്സേജുകൾ ഉണ്ട്. ഒന്ന് ക്വിക്ക് റിപ്ലൈ ആണ്. ഇതിൽ 3 ബട്ടണുകൾ ഉണ്ട്. അടുത്തത് ലിസ്റ്റ് മെസ്സേജ് ആണ്. ഇതിൽ പരമാവധി 10 ഓപ്ഷനുകൾ വരെ നൽകാം. അടുത്തത് ഇൻപുട്ട് ഗ്രൂപ്പുകളാണ്. നാം യൂസറുടെ പ്രതികരണം ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് യൂസറിൽ നിന്ന് ടെക്സ്റ്റ് മാത്രം ശേഖരിക്കണമെങ്കിൽ ടെക്സ്റ്റ് മോഡ്യൂൾ ഉപയോഗിക്കാം. അടുത്തത് യൂസർ നമ്പർ മാത്രം നൽകണം എന്നാണെങ്കിൽ നമ്പർ മോഡ്യൂൾ ഉപയോഗിക്കാം. അതുപോലെ ഇമെയിൽ, വെബ്സൈറ്റ്, തീയതി, സമയം, ഫോൺ, ഫയൽ, ലൊക്കേഷൻ എന്നിവയ്ക്കും ഇങ്ങനെ മോഡ്യൂളുകൾ ഉണ്ട്. ഈ മോഡ്യൂളുകൾ പ്രവർത്തനത്തിൽ കാണിച്ച് നിങ്ങൾക്ക് എല്ലാ അഡ്വാൻസ്ഡ് മോഡ്യൂളുകളും എളുപ്പം മനസ്സിലാക്കാൻ കഴിയുമെന്ന് കാണിക്കും. ഇപ്പോൾ നാം ചാറ്റ്ബോട്ട് നിർമ്മിക്കാൻ തുടങ്ങാം. ചാറ്റ്ബോട്ട് എളുപ്പത്തിൽ നിർമ്മിക്കാൻ ഞാൻ പ്രോപ്പർട്ടിക്കറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കായി ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് 3 ബട്ടണുകളോട് കൂടിയ ഗ്രീറ്റിംഗ് സന്ദേശത്തോടെ ആരംഭിക്കുന്നു. 3 ബട്ടണുകളോട് കൂടിയ ഗ്രീറ്റിംഗ് സന്ദേശം അയക്കാൻ ഞാൻ ഇന്ററാക്റ്റീവ് ബട്ടൺ മെസ്സേജ് ഉപയോഗിക്കണം. അതിനാൽ ഞാൻ ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് ക്വിക്ക് റിപ്ലൈ മോഡ്യൂൾ ഉപയോഗിച്ച് ആദ്യ സന്ദേശം അയക്കുന്നു. അതിനാൽ ഞാൻ ഈ മോഡ്യൂൾ എളുപ്പത്തിൽ ഡ്രാഗ് ചെയ്ത് കാൻവാസിൽ ഡ്രോപ്പ് ചെയ്ത് സ്റ്റാർട്ട് മോഡ്യൂളുമായി കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ അകത്ത് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ബോഡിയിൽ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമുക്ക് ഹെഡർ മെസ്സേജ് നൽകാൻ കഴിയും. ഞാൻ ഒരു ഇമേജ് ഹെഡർ തിരഞ്ഞെടുക്കും, അതായത് ഈ സന്ദേശം ഒരു മനോഹരമായ ചിത്രത്തോടൊപ്പം അയക്കപ്പെടും. അതിനാൽ ഞാൻ ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ മുമ്പ് പ്ലാൻ ചെയ്ത ഓപ്ഷനുകൾ, അതായത് വാങ്ങുക, വാടകയ്ക്ക് എടുക്കുക, വിൽക്കുക എന്നിവ ചേർക്കാം. അതിനാൽ ആദ്യ ഓപ്ഷനുകൾ വാങ്ങുക, വാടകയ്ക്ക് എടുക്കുക, വിൽക്കുക എന്നിങ്ങനെയാണ്. ഈ ചാറ്റ്ബോട്ടിൽ വാടകയ്ക്കും വിൽക്കുന്നതിനും വേണ്ടിയുള്ള ഫ്ലോ ഞാൻ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നില്ല. അതിനാൽ ഉപയോക്താവ് ബൈ ബട്ടൺ ക്ലിക്കുമ്പോൾ ഈ ചാറ്റ്ബോട്ട് തുടരുന്നതാണ്. ബൈ ഓപ്ഷനിൽ നിന്ന് ചാറ്റ്ബോട്ട് നിർമ്മിക്കുന്നത് തുടരാൻ ഈ എഡ്ജ് ഉപയോഗിച്ച് അടുത്ത മോഡ്യൂളുമായി കണക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത സന്ദേശം എന്താണെന്ന് നോക്കാം. അടുത്തത് നിങ്ങളുടെ ബജറ്റ് എത്രയാണ് എന്നതാണ്. ഇതിൽ 3 ഓപ്ഷനിലധികം ഉള്ളതിനാൽ ഞാൻ ഇന്ററാക്റ്റീവ് ക്വിക്ക് റിപ്ലൈ മെസ്സേജ് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനാൽ പകരം ഞാൻ ലിസ്റ്റ് മെസ്സേജ് ഉപയോഗിക്കാം. ശരി, ഞാൻ ഈ സന്ദേശം കോപ്പി ചെയ്ത് ലിസ്റ്റ് മോഡ്യൂൾ തിരഞ്ഞെടുക്കുന്നു. പിന്നെ ബൈ എഡ്ജ് ഗ്രൂപ്പുമായി കണക്ട് ചെയ്യുന്നു. അതിനാൽ ഉപയോക്താവ് ബൈ തിരഞ്ഞെടുക്കുമ്പോൾ അടുത്ത ഗ്രൂപ്പ് പ്രവർത്തിക്കും. ഇവിടെ ഞാൻ നിങ്ങളുടെ ബജറ്റ് എത്രയാണ് എന്ന ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. ഇവയൊക്കെ ഓപ്ഷനുകൾക്ക് ബട്ടണുകൾ ഞാൻ സൃഷ്ടിക്കും. ആദ്യത്തേത് ബിലോ 500K ആണ്. അടുത്തത് 500K മുതൽ 1 മില്യൺ വരെ. അതുപോലെ 1 മില്യൺ മുതൽ 2 മില്യൺ വരെ. അതിനുശേഷം 25 മില്യൺ പ്ലസ്. അവസാനം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം ഞാൻ 7 ഓപ്ഷനുകൾ ചേർത്തിട്ടുണ്ട്, പക്ഷേ പരമാവധി 10 ഓപ്ഷനുകൾ വരെ നൽകാം. വാട്സപ്പിലുള്ള ഇന്ററാക്റ്റീവ് ലിസ്റ്റ് മെസ്സേജിൽ ഇതാണ് പരിധി. ഉപയോക്താവിന് ഈ സന്ദേശം ലഭിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കും. അതിനാൽ ആ ഓപ്ഷൻ ഒരു വേരിയബിളിൽ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ മോഡ്യൂളിൽ ക്ലിക്ക് ചെയ്ത് ലഭ്യമായ എല്ലാ ഓപ്ഷനുകളും കാണാം. നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ ഉത്തരം ഒരു വേരിയബിളിൽ സംരക്ഷിക്കുക എന്ന ഓപ്ഷൻ കാണാം. അതിനാൽ നാം ഭാഗ്യ എന്ന പേരിൽ പുതിയ വേരിയബിൾ സൃഷ്ടിക്കാം. തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ ഈ വേരിയബിളിൽ സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഓരോ ബട്ടണിനും വ്യത്യസ്തമായ ഒരു ഫ്ലോ നിർവചിക്കേണ്ടതില്ലാതെ നാം ഡിഫോൾട്ട് ബ്ലോക്കിൽ തന്നെ തുടരാം. അടുത്ത സന്ദേശം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഉപഭോക്താവിന്റെ സ്വദേശം ചോദിക്കാനാണ്. അതുകൊണ്ട് ഞാൻ അതേ സന്ദേശം കോപ്പി ചെയ്ത് ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് ആയി ഉപയോഗിക്കുന്നു. അതിനാൽ ഡിഫോൾട്ട് മോഡ്യൂളിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്ത് നിങ്ങളുടെ സ്വദേശം എന്ന ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുകയും പേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ ടെക്സ്റ്റ് മോഡ്യൂൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ശേഖരിക്കാം. ഇവിടെ ഞാൻ വേരിയബിൾ നാമമായി കൺട്രി ഉപയോഗിക്കാം. അതിനാൽ ഉപയോക്താവിന്റെ ഇൻപുട്ട് ഒരു വേരിയബിളായി സംരക്ഷിക്കപ്പെടും. അടുത്ത ചോദ്യം, നിങ്ങളുടെ പ്രായം അറിയാമോ? വീണ്ടും ഒരു ടെക്സ്റ്റ് സന്ദേശം അയക്കാൻ ഞാൻ ടെക്സ്റ്റ് മോഡ്യൂൾ തന്നെ ഉപയോഗിക്കും.
ഇവിടെ ഞാൻ ഉപയോക്താവിൽ നിന്ന് ടെക്സ്റ്റ് ഇൻപുട്ട് ശേഖരിക്കാൻ കഴിയില്ല, കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സംഖ്യയാണ്. അതിനാൽ ഞാൻ നമ്പർ മോഡ്യൂൾ ഉപയോഗിച്ച് പ്രായം ഒരു വേരിയബിളായി ശേഖരിക്കുന്നു. അതിനാൽ ഉപയോക്താവിന്റെ ഇൻപുട്ട് ഏജ് എന്ന പേരിലുള്ള ഒരു വേരിയബിളായി സംരക്ഷിക്കപ്പെടും. അടുത്തത്, ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങളുടെ താൽപ്പര്യത്തിന്റെ സ്വഭാവം എന്താണ്? ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ. 2 ഓപ്ഷനുകൾ മാത്രമാണ്, അതിനാൽ ഞാൻ ക്വിക്ക് റിപ്ലൈ ഉപയോഗിക്കും. അതിനായി ഇൻവെസ്റ്റ്മെന്റ് ഓൺ എന്ന 2 ഉപയോക്തൃ ഓപ്ഷനുകൾ ചേർക്കുന്നു. അടുത്ത ചോദ്യം, നിങ്ങൾ എപ്പോൾ താമസം മാറാൻ പ്രതീക്ഷിക്കുന്നു? ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ. ഇതിലും 3 ഓപ്ഷനുകളുണ്ട്, അതിനാൽ ഞാൻ മറ്റൊരു ക്വിക്ക് റിപ്ലൈ മോഡ്യൂൾ ഉപയോഗിക്കാം. അതിനാൽ ഞാൻ ഡിഫോൾട്ട് മോഡ്യൂളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ടെക്സ്റ്റ് ഉള്ളടക്കം പേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനായി ഞാൻ ഉടൻ 2 കുറയ്ക്കുക 6 മാസംക്കുള്ളിൽ, അടുത്ത വർഷം എന്നിങ്ങനെയുള്ള ബട്ടണുകൾ ചേർക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഘട്ടം വിട്ടുപോയി, അതായത് നിക്ഷേപത്തിന്റെ സ്വഭാവം ഒരു വേരിയബിളായി ശേഖരിക്കേണ്ടതായിരുന്നു. അത് ചെയ്യാൻ വീണ്ടും നാച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നത് ഞാൻ ഒരു വേരിയബിളായി സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലാൻ ചെയ്ത താമസമാറ്റ തീയതിക്ക് ശേഷം ഉപയോക്താവിൽ നിന്ന് ഞാൻ ഇമെയിൽ ഐഡി ശേഖരിക്കണം. ഇവിടെ എനിക്ക് എന്ത് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയാം. ആദ്യം ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഉപയോഗിച്ച് ഉപയോക്താവിനോട് ചോദ്യം ചോദിക്കും, അതിനുശേഷം ഞാൻ ഇമെയിൽ ശേഖരിക്കും. ഈ സാഹചര്യത്തിൽ ഉപയോക്താവ് ഇമെയിൽ അല്ലാത്ത മറ്റെന്തെങ്കിലും അയക്കാൻ ശ്രമിച്ചാൽ അത് പരിശോധിച്ച് ഉപയോക്താവിന് തിരികെ സന്ദേശം അയക്കും, ഇത് ഇമെയിൽ അല്ലെന്ന്. നിങ്ങൾ ഒരു ഇമെയിൽ അയക്കണം ഇങ്ങനെ. അതിനാൽ ഞാൻ ഇമെയിൽ എന്ന വേരിയബിൾ ഉപയോഗിക്കും. അതിനാൽ ഇമെയിൽ എന്ന വേരിയബിളിൽ ശേഖരിക്കും. അവസാനമായി, അവസാന സന്ദേശം നന്ദി പറയുന്നതും ഉപയോക്താവ് നൽകിയ എല്ലാ വിവരങ്ങളും തിരികെ അയക്കുന്നതുമാണ്. കൂടാതെ പ്രോപ്പർട്ടി കൺസെന്റ് ലൈനിൽ നിന്നുള്ള ഒരാൾ ഉടൻ ബന്ധപ്പെടുമെന്ന് അറിയിക്കുന്ന ഒരു സന്ദേശവുമുണ്ട്. അതിനാൽ ഞാൻ ഈ സന്ദേശം കോപ്പി ചെയ്ത് വീണ്ടും ഒരു ടെക്സ്റ്റ് ബ്ലോക്ക് തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഉപയോക്താവ് നൽകിയ എല്ലാ വിവരങ്ങളും ഉപയോക്താവിന് അയക്കാനാണ് ഞാൻ പോകുന്നത്. അതിനായി ഞാൻ ടെക്സ്റ്റ് മോഡ്യൂൾ ഉപയോഗിക്കുന്നു. ഇടയിൽ ഒരു ഡിലേ നൽകാൻ ഞാൻ ഡിലേ മോഡ്യൂൾ ഉപയോഗിച്ച് 2 സെക്കൻഡ് ചേർക്കുന്നു. അവരൊന്നാമതായി നൽകിയ ഡാറ്റ, ഉദാഹരണത്തിന് അത് ഇമെയിലാണ്. ഇമെയിൽ തിരികെ അയക്കാൻ ഞാൻ ഇമെയിൽ വേരിയബിൾ ഉപയോഗിക്കാം. അടുത്തത് രാജ്യമാണ്. ഞാൻ കൺട്രി എന്ന ലേബൽ ഉപയോഗിച്ച് ശേഷം കൺട്രി വേരിയബിൾ തിരഞ്ഞെടുക്കുന്നു, അതാണ് ഇവിടെ ശേഖരിച്ചിരിക്കുന്നത്. അടുത്തത് പ്രായം, അതായത് ഏജ്. അടുത്തത് മൂവ് ഇൻ ഡേറ്റ് ആണ്. ഞാൻ അതിനെ ഒരു വേരിയബിൾ ആയി സേവ് ചെയ്തിട്ടുണ്ട്, അതിനാൽ അതിനെ മൂവ് ഇൻ പ്ലാൻ ആയി സേവ് ചെയ്യണം, അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു ചാറ്റ്ബോട്ടാണ്. ഇപ്പോൾ ഈ ചാറ്റ്ബോട്ട് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഈ പ്രത്യേക ചാറ്റ്ബോട്ടിന് ഒരു ഷോർട്ട് കട്ട് ചേർക്കാൻ പോകുന്നു. എനിക്ക് ഒന്നിലധികം ചാറ്റ്ബോട്ടുകൾ ഉള്ളതിനാൽ ഈ പ്രത്യേക ചാറ്റ്ബോട്ട് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതിനായി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഷോർട്ട് കട്ട് ചേർക്കുക. ഞാൻ ലേയർഡ് എന്നത് ഷോർട്ട് കട്ടായി ചേർക്കുന്നു. ഇപ്പോൾ ഇത് സേവ് ചെയ്ത് ഈ ചാറ്റ്ബോട്ട് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ വാട്സാപ്പ് സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ചാറ്റ്ബോട്ട് ആരംഭിക്കാൻ ഞാൻ സ്റ്റാർട്ട് ലേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതാണ് ഷോർട്ട് കട്ട്. ഇപ്പോൾ ഞാൻ ഉടൻ തന്നെ ടൈറ്റിലോടുകൂടിയ സന്ദേശം പ്രതീക്ഷിക്കുന്നു. അതെ, ഞാൻ സന്ദേശം ലഭിച്ചു. ഇപ്പോൾ ഞാൻ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് അവസാന സന്ദേശം ലഭിക്കണം. അതെ, ഞാൻ അത് ലഭിച്ചു. ഇപ്പോൾ നാം ഇന്ററാക്റ്റീവ് ക്വിക്ക് റിപ്ലേയും ലിസ്റ്റ് റിപ്ലേയും തമ്മിലുള്ള വ്യത്യാസം കാണാം. ക്വിക്ക് റിപ്ലേയിൽ എല്ലാ ബട്ടണുകളും നേരിട്ട് സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ലിസ്റ്റ് റിപ്ലേയിൽ അത് ഞാൻ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാണ്. നിങ്ങൾക്ക് വ്യൂ ലേബൽ മറ്റേതെങ്കിലും പേരിലേക്ക് മാറ്റാനും കഴിയും. ഇപ്പോൾ ലിസ്റ്റ് സന്ദേശത്തിനുള്ളിൽ ഞാൻ 1 മില്യൺ മുതൽ 2 മില്യൺ വരെ തിരഞ്ഞെടുക്കുന്നു. നമുക്ക് നോക്കാം. ഇത് എനിക്ക് ഞാൻ ഏത് രാജ്യത്തിൽ നിന്നാണ് എന്നത് ചോദിക്കണം. അതെ, ഞാൻ ഇന്ത്യയിലേക്ക് കടക്കുകയാണ്. അടുത്തത് എൻ്റെ പ്രായമാണ്. അടുത്തത് നിക്ഷേപത്തിന്റെ സ്വഭാവമാണ്. ഞാൻ തിരഞ്ഞെടുക്കുന്നു അതെ, അത് വിദേശ നിക്ഷേപം ആണ്. നമുക്ക് നോക്കാം. ഞാൻ പ്ലാൻ ചെയ്യുന്നത് മൂവിന് 3 മുതൽ 6 മാസത്തിനുള്ളിൽ. ഞാൻ എൻ്റെ ഇമെയിൽ ഐഡി നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നു, ഞാൻ നൽകിയ എല്ലാ ഡാറ്റയും എനിക്ക് തിരികെ അയക്കുന്നു, അതായത് എൻ്റെ ഇമെയിൽ, രാജ്യം, പ്രായം, മൂവ് പ്ലാനിംഗ് എന്നിവ. എല്ലാ വേരിയബിളുകളും മെമ്മറിയിൽ സേവ് ചെയ്യപ്പെടുന്നു, പിന്നെ എനിക്ക് തിരികെ അയക്കാൻ ഉപയോഗിക്കുന്നു. അതായത് വേരിയബിളുകൾ വളരെ ശക്തമായ ഒരു ഫീച്ചർ ആണ്. എല്ലാ ഇൻപുട്ടുകളും വേരിയബിളുകളിൽ സേവ് ചെയ്ത് ചാറ്റ്ബോട്ടിന്റെ എവിടെയും ഉപയോഗിക്കാം. ചാറ്റ്ബോട്ട് ബിൽഡർ ഞാൻ ഒരു വീഡിയോയിൽ വിശദീകരിക്കാൻ കഴിയുന്നതിലുപരി വളരെ ആധുനികമാണ്. ഇവിടെ ലഭ്യമായ നിരവധി മോഡ്യൂളുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവ വളരെ ശക്തമായവയാണ്. ഉദാഹരണത്തിന് വെസ്റ്റ് API. നിങ്ങൾക്ക് വെസ്റ്റ് API പരിചിതമാണെങ്കിൽ ഈ ഡാറ്റ ഒരു തൃതീയപക്ഷ സെർവറിലേക്ക് എളുപ്പത്തിൽ പുഷ് ചെയ്യാനും ഡാറ്റ തിരികെ റിട്രീവ് ചെയ്യാനും കഴിയും. അതായത് നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ബാങ്കിംഗ് സിസ്റ്റം പോലും നിർമ്മിക്കാൻ കഴിയും. ഇവിടെ ഒരു ഗൂഗിൾ ഷീറ്റ് മോഡ്യൂളും ഉണ്ട്. ഗൂഗിൾ ഷീറ്റ് മോഡ്യൂൾ ഉപയോഗിച്ച് ഈ എല്ലാ വേരിയബിളുകളും നിങ്ങൾക്ക് റിയൽ ടൈമിൽ ഗൂഗിൾ ഷീറ്റിലേക്ക് എഴുതാൻ കഴിയും.
മറ്റു ചില തൃതീയപക്ഷ ഇന്റഗ്രേഷനുകളും ഉണ്ട്. ഉദാഹരണത്തിന് സൈപ്പിയർ, Make.com, Tably എന്നിവ. ഈ 3 കമ്പനികളും 5000-ലധികം ആപ്ലിക്കേഷനുകളിലേക്ക് ഇന്റഗ്രേഷൻ നൽകുന്നു. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. കൂടാതെ ഖമിയുമായി കണക്ട് ചെയ്യാൻ കണക്ട് മോഡ്യൂളും ലഭ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ചാറ്റ്ബോട്ടുമായി നടക്കുന്ന എല്ലാ സംഭാഷണങ്ങളും കാണാം. അതുപോലെ നാം മാനുവലായി ചാറ്റ്ബോട്ടിനെ ഓവർറൈഡ് ചെയ്ത് സംഭാഷണം തുടരാനും കഴിയും. കൂടാതെ പല സ്റ്റാഫുകൾക്കിടയിൽ അസൈൻ ചെയ്യാനും വ്യത്യസ്ത ടാഗുകൾ നൽകാനും കഴിയും. ഈ കണക്ട് മോഡ്യൂൾ ഉപയോഗിച്ച് ചാറ്റ്ബോട്ടുകളിൽ ഇതെല്ലാം ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ടാഗ് അസൈൻ, ടാഗ് റിമൂവ്, ഗ്രൂപ്പ് അസൈൻ, ഗ്രൂപ്പ് റിമൂവ്, ഡു നോട്ട് ഡിസ്റ്റർബ്, സ്റ്റാഫ് അസൈൻ ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കാണാം. ഇത് വളരെ ശക്തമാണ്. കൂടാതെ ഓൺലൈനായി പേയ്മെന്റ് ശേഖരിക്കാൻ പേയ്മെന്റ് മോഡ്യൂൾ ഉണ്ട്. പിന്നീട് ഡൈനാമിക് ട്രിക്ക് റിക്ലെയും ഇതുപോലുള്ള ഡൈനാമിക് ലിസ്റ്റും പോലുള്ള ഡൈനാമിക് മോഡ്യൂളുകളും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ മുൻകൂട്ടി നിർവചിച്ച ഇൻപുട്ടുകളാണ് ഓപ്ഷനുകളായി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഈ ഇൻപുട്ടുകൾ സർവറിൽ നിന്ന് ഫെച്ച് ചെയ്യേണ്ടി വരും. അതിനാൽ അവ ഡൈനാമിക് ആയിരിക്കും. ഇത് ഡൈനാമിക് ട്രിക്ക് റിപ്ലേയും ഡൈനാമിക് ലിസ്റ്റും ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയും.